ബൊട്ടീക്കിലെ മെഷർമെന്റ് ഒക്കെ എടുക്കാനായിട്ട് വരത്തില്ലേ, ഒരു ഡ്രസ്സ് പ്രോപ്പർലി ഫിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഔട്ട് കിട്ടി പോകാൻ പറ്റും കേട്ടോ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് തിങ്, നമ്മൾ ഓടി വന്നിട്ട് നാളെയാണ് ഫംഗ്ഷൻ, സോ എനിക്ക് പെട്ടെന്ന് തയ്ച്ചു തരണം എന്ന് പറഞ്ഞ് ചെല്ലരുത്. അങ്ങനെ ചെല്ലുന്നതിന് പ്രശ്നമില്ല, കാരണം ഈവൻ ഞാനും ലാസ്റ്റ് മിനിറ്റിൽ എല്ലാം തട്ടിപ്പെടുന്ന കാര്യമാണ്. അപ്പം നമ്മൾക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടണമെന്ന്. നമ്മളൊരു നമുക്ക് ആവശ്യത്തിന് സമയമൊക്കെ കൊടുത്ത് ഒരു സംഭവം സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, പ്രോപ്പർലി മെഷർമെന്റ് എടുക്കുന്ന ആ ഡിസൈനറിനും എല്ലാ കാര്യങ്ങളും എന്താ പറയുക ദ ബെസ്റ്റ് ഔട്ട്കം തരുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 1 hour സ്റ്റിച്ചിങ് ഒക്കെ ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്, പക്ഷെ ഞാനത് പ്രൊമോട്ട് ചെയ്യാറില്ല കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ ഔട്ട് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. നമുക്ക് അത്ര സ്പീഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പെർഫെക്ഷൻ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ ഈവൻ 1 hour സ്റ്റിച്ചിങ് എന്നുള്ളൊരു സംഭവം ഞാൻ വിവയിൽ പ്രൊമോട്ട് ചെയ്യാത്തത്. രണ്ടാമത്തെ കാര്യം, അതായത് ഇപ്പം ഞാൻ ഒത്തിരി പേരോട് എനിക്കാണെങ്കിൽ സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ചില ആൾക്കാരുണ്ട് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ വണ്ണം വെക്കും. അത് കേട്ടിട്ടുണ്ടോ? വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ വണ്ണം വെക്കുന്ന ആ ടൈപ്പ് ഓഫ് ആൾക്കാർ ഉണ്ട്, എനിക്കറിയാം, പേഴ്സണലി അറിയാം. പക്ഷെ ഞാൻ അങ്ങനെ അല്ല കേട്ടോ. ഞാൻ വണ്ണം വെക്കണമെങ്കിൽ നന്നായിട്ട് ഫുഡ് അടിക്കണം, പിന്നെ സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഇതൊന്നും അല്ല പറയാൻ വന്നേ. ഇപ്പം ഞാൻ നവംബർ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡേ 11th എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദിവസമാണ്. അന്ന് വന്ന് ഞാൻ മെഷർമെന്റ് കൊടുത്തു എന്ന് വിചാരിക്കാം. എനിക്ക് എൻ്റെ ഫംഗ്ഷൻ വരുന്നത് ചിലപ്പോൾ ഡിസംബറിലായിരിക്കും, ചിലപ്പോൾ ജാനുവരിയിലായിരിക്കും. ഇപ്പം ഡിസംബറിൽ നമ്മുടെ കരോളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഫുഡ് അടിക്കും. ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോൾ ജാനുവരി ആകുമ്പോൾ നമ്മൾ വണ്ണം വെക്കും. അപ്പോൾ ആ നവംബറിൽ നമ്മൾ ചിലപ്പം ജിമ്മിലൊക്കെ പോയി കുറച്ച് വെച്ചേക്കുന്ന ആ സൈസ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഡ്രസ്സ് പുറത്തിറങ്ങുക. അപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ ഔട്ട് പുറത്ത് വരുമ്പോൾ നമുക്ക് ടോട്ടലി പറയാൻ പറ്റില്ല നമ്മൾ കൊടുത്ത സെയിം മെഷർമെന്റ് തന്നെയായിരിക്കും ആ ടൈമിൽ ഇടുമ്പോൾ. അപ്പോൾ ഒരു ചെറിയ ഓൾട്രേഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ ഓൾട്രേഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റബിൾ ആയിരിക്കും കേട്ടോ. ഇത് ഹ്യൂമൻ മെയ്ഡ് അല്ലേ, സോ എന്തൊക്കെയാണെങ്കിലും തെറ്റുകളൊക്കെ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, ഓൾട്രേഷൻസ് ഒക്കെ ഉണ്ടാവുന്ന മനസ്സിലൊന്ന് തിങ്ക് ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനെയാണോ ഞാൻ തയ്ക്കാൻ നിന്ന് ഇത്ര രൂപയെ കൊടുത്ത് ഞാൻ തയ്ച്ചിട്ട് ഇതെന്താ പ്രോപ്പർ ഫിറ്റ് അല്ലാത്തത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിത് പറയുന്നു, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ട് തന്നെ ഇറങ്ങിപ്പോവാം. എങ്ങനെ ആയാലും നമ്മൾ അവർക്ക് സ്ട്രെസ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് തന്നെ അറിയാവേ, നമ്മുടെ ഇവിടെ കുറേ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് വരുന്നതല്ലേ. അപ്പോൾ ചിലർ ഭയങ്കരമായിട്ട് നമുക്ക് പേടി അവരുടെ ഡ്രസ്സ് എടുത്ത് തയ്ക്കാനായിട്ട്. കാരണം നമുക്ക് തോന്നും അത് എന്തായാലും അതിൻ്റെ ഔട്ട് ശരിയാവോ അങ്ങനെ ദേഷ്യപ്പെടുന്ന ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഒക്കെ ആണ്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് അല്ലാത്ത, അതാണ് നല്ലത്. ഓക്കെ പറഞ്ഞോട്ടെ. ഓക്കെ. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് അല്ലാത്ത ഒരു ക്ലയൻ്റ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റിച്ച് ചെയ്യാൻ തന്നേക്കുന്നതെങ്കിൽ അത് എടുക്കുമ്പോൾ തൊട്ട് ടെൻഷനാണ്. അപ്പം ആദ്യം എന്ത് ചെയ്യും, ഡിസൈനർ മാസ്റ്ററിനോട് പറയും ഇത് ഇച്ചിരി പ്രശ്നമാണേ, സൂക്ഷിക്കണേ. അപ്പം മാസ്റ്റർ തന്നെ തോന്നുന്നു ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇത് ഞാൻ കട്ട് ചെയ്താൽ ശരിയാവോ. അത് കഴിഞ്ഞ് മാസ്റ്റർ അതെന്ത് സ്റ്റിച്ച് ചെയ്യുന്ന ആളോട് പറയും ഇത് പ്രശ്നമാണ്, വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പം തന്നെ അത് എന്താ പറയുക, തെറ്റാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷെ കാമായിട്ട് വന്ന് ഒരു കംഫർട്ടബിൾ ആയിട്ട് വന്ന് പോകുന്നവർക്കാണെങ്കിൽ ആ ഒരു ഇഷ്യൂ വരത്തില്ല. ഇനി മൂന്നാമത്തെ കാര്യം ഉണ്ട് കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ തരാൻ വരുന്ന സമയത്ത് നമ്മളിടുന്ന ഡ്രസ്സ്, ഒരു സാരിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് മെഷർമെൻറ്റ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അതുപോലെ ടീഷർട്ട്സ് ഒക്കെ ഇട്ട് വന്നാൽ അപ്പം ഒരു പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നേഴ്സ് പ്രത്യേകിച്ച് നമ്മൾ ഏത് ഇന്നറാണോ ആ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ആ ഇന്നർ തന്നെ യൂസ് ചെയ്യുക. ഇഫ് പാഡഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് അല്ല യൂസ് ചെയ്യുന്നെങ്കിൽ. സോ നമ്മൾ അങ്ങനെ വന്ന് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പർലി മെഷർമെൻറ്റ്സ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയുക, നമുക്ക് പ്രോപ്പർ മെഷർമെൻറ്റ്സ് പോസിബിൾ ആണ്. ഫൈനലായിട്ടൊരു കാര്യം കൂടി ഉണ്ട്, ബൊട്ടീക്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോൾ അവിടെ നമുക്കൊരു ഓർഡർ ഷീറ്റിലായിരിക്കും നമ്മുടെ ആ പാറ്റേണും മെഷർമെൻറ്റ്സ് ഒക്കെ എഴുതുക. സോ നമ്മൾ ബൊട്ടീക്ക് ലീവ് ചെയ്യുന്നതിന് മുമ്പ് അത് പ്രോപ്പർലി ഒന്നുകൂടെ ചോദിക്കുക, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അത് മാക്സിമം പറ്റുമെങ്കിൽ ആ ഒരു മോഡൽ നമ്മൾ കൺഫേം ചെയ്യുമല്ലോ, അതിൽ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നത് അയ്യോ ആ നെക്ക് എനിക്ക് ചേരുമോ, എന്നാൽ പിന്നെ ആ നെക്ക് മാറ്റിയിട്ട് വേറൊരു നെക്കാക്കാം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കൺഫ്യൂസ്ഡ് ആവും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ മറന്നു പോകും, നമ്മൾ യൂനെക്കാണോ പറഞ്ഞത്, വീനെക്കാണോ പറഞ്ഞത്, വേറെ എന്തെങ്കിലാണോ പറഞ്ഞത്. സോ ആ ഓർഡർ ഷീറ്റ് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് പോവുക.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഇന്ന് സിഗ്നേച്ചർ ഒക്കെ വാങ്ങിച്ചിട്ടാണ് വിടുന്നത്. കാരണം പിന്നെ പറയരുത്, ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു. സോ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടു കൂട്ടർക്കും, അതായത് ലൈക്ക് ക്ലയൻറ്റിനും അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഡിസൈനേഴ്സിനും ഒക്കെ പ്രോപ്പർലി നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഫേസ് ചെയ്യുന്ന വേറൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ചെറുതാണെങ്കിലും ഇച്ചിരി ബിഗർ ഇഷ്യൂ തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ ഒരാൾ ഓർഡർ പ്ലേസ് ചെയ്തു, പേയ്മെന്റ് ഒക്കെ ചെയ്തു, ഓക്കെ, അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ ചെയ്തു, ഓർഡർ കൺഫേം ചെയ്തു, പക്ഷെ മെഷർമെന്റ് തരുന്നില്ല. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരാളുടെ പേര് നമ്മളൊരു സ്ലോട്ടിൽ കയറ്റുമല്ലോ, ആ ടൈമിൽ അത് സ്റ്റിച്ചിങ്ങിന് പോവില്ല. ആ സ്റ്റിച്ചിങ്ങിന് പോവാതെ വരുമ്പോൾ വീണ്ടും അത് ഡിലേ ആവും. അപ്പോൾ ഓൺലൈൻ കസ്റ്റമേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഡൈയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എപ്പോഴാണോ പേയ്മെന്റ് ചെയ്തത് അതിന്റെ അപ്പം തന്നെ ആ മെഷർമെന്റ്സ് കൂടെ അങ്ങ് തന്നു കഴിഞ്ഞാൽ, അതിന്റെ അപ്പോയിന്റ്മെന്റ് കൂടെ എടുത്ത് ആ മെഷർമെന്റ്സ് കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് ഇനി വേറെ ഒരു കാര്യം ചെയ്തു തരേണ്ടതില്ല, ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലാണ്. പക്ഷെ ഈ ഒരു ഡിലേ ഞങ്ങൾക്ക് ആ ഒരു മെഷർമെന്റ് കിട്ടാനുള്ള ഒരു ഡിലേ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഡിമാൻഡ് ചെയ്യരുത് എനിക്ക് ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ സാധനം വേണമെന്നുള്ളത്. സോ അതുകൂടെ ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കുമേ. ഇനി ഞാൻ പറഞ്ഞത് കൂടാതെ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം കേട്ടോ.